PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. നാടുകാണി ചുരം മേഖല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം വഴിക്കടവ് പുന്നക്കൽ ജംഗ്ഷനിൽ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇതുവഴി ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവരെല്ലാം തന്നെ പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് നല്ല കാര്യം. പക്ഷെ അതിനോടൊപ്പം തെർമോകോൾ പ്ലേറ്റ്, പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഇതെല്ലാം കൊണ്ടുപോയി വഴിയിൽ വാഹനം നിർത്തി ചിലർ പാചകം ചെയ്യുന്നു, ചിലർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. സത്യത്തിൽ ഈ പോകുന്ന വഴിയിൽ വാഹനം നിർത്താൻ തന്നെ പാടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടേക്ക് വാണിംഗ് വെച്ചിട്ടുണ്ട്. ആന ക്രോസ് ചെയ്ത ഭാഗത്താണ് ഈ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് കുറച്ച് ഭക്ഷണത്തിന്റെ അവശിഷ്ടവും വേസ്റ്റും എല്ലാം കൂടെ കാട്ടിലേക്ക് വിടുക. അതാണ് ചെയ്യുന്നത്. കാരണം ഇതുവഴി ക്രോസ് ചെയ്ത് തമിഴ്നാടിന്റെ അതിർത്തി കടന്നാൽ വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കണ്ടാൽ ഒറ്റത്തവണ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടാൽ 1000 രൂപ 5000 രൂപ ഫൈൻ കൊടുക്കേണ്ടി. അവിടെ പിന്നെ ആർഗ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ കാട്ടിൽ ഇതെല്ലാം നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാട്ടിലേക്ക് ഇത് നിക്ഷേപിക്കുമ്പോൾ അത് വലിയ വലിയ വിപത്താണ് ഉണ്ടാക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ നിക്ഷേപിക്കുന്നതിനകത്ത് ടെസ്റ്റ്, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വന്യമൃഗങ്ങളിൽ ഇതൊന്നും കഴിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരെന്നെ കാണിച്ച പല ഫോട്ടോയിലും ആന ഈ ഇത് കഴിക്കുന്നതും മറ്റു മൃഗങ്ങൾ കഴിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോ എന്നെ കാണിച്ചു. നമ്മൾ കൊണ്ടുപോകുന്ന വലിച്ചെറിയുന്നവർ ഒരു ചെറിയ പാക്കറ്റ്, ചിപ്സിന്റെ പാക്കറ്റ്, ലേസ് പോലുള്ള ചിപ്സിന്റെ ഒരു പാക്കറ്റ് ആന കഴിക്കുന്ന ഫോട്ടോ കാണിച്ചു. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ അത് അതിൻ്റെ ആമാശയത്തിന് ബാധിക്കുന്നു, അതിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരു പരിധിവരെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മൃഗങ്ങൾ വന്ന് നമ്മൾ ആക്രമിക്കുന്ന പ്രശ്നം, നമ്മുടെ കൃഷി സ്ഥലങ്ങൾ ആക്രമിക്കുന്ന പ്രശ്നം നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നമാണ് ജനവാസ മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നത്തിന് വിവിധ കാരണങ്ങളിൽ ഒരു കാരണം വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് കൂടിയാണ്. അതുകൊണ്ടാണ് പെരിഫറിയിൽ നിന്ന് അടുത്തേക്ക്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ P. അബ്ദുൾ കരീം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PC നാഗൻ, MP അലി, അബ്ദുൾ അസീസ്, മൊയ്തീൻകുട്ടി, M. മാത്യു എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങളാകും ചെക്ക് പോസ്റ്റിൽ ഉണ്ടാവുക. സംഘടനാ പ്രവർത്തകർക്കും സേവനം ചെയ്യാം. വാഹനങ്ങൾ പരിശോധിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കും. യാത്രക്കാർക്ക് ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യും. ഇനി ചുരത്തിൽ പാചകവും വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുന്നതും നിരോധിക്കും. പ്ലാസ്റ്റിക് വസ്തുക്കൾ കണ്ടെത്തിയാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. N4 ന്യൂസ്, വഴിക്കടവ്. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.